ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൻ്റെ ബാക്കി കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കാടിനുള്ളിൽ 3 ദിവസം അതിൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾ അവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തത്. ഫസ്റ്റ് കോളേജിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ ഇത്ര സൗകര്യമുള്ളൊരു സ്ഥലമൊന്നും ആയിരിക്കും എന്നായിരുന്നില്ല. ചിലപ്പോൾ വല്ല ടെൻറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നായിരുന്നു കേട്ടോ പ്രതീക്ഷിച്ചത്, നമുക്കറിയില്ലല്ലോ. പക്ഷെ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ആ ഒരു കാഴ്ചകൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും, നല്ല രസമായിരുന്നു കേട്ടോ. എന്തുവാ ഇവിടെ 20 ഞങ്ങൾ ബാക്കി അപ്പോൾ ഞങ്ങളുടെ 2 ബാച്ച് നോക്കുമ്പോൾ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ സാറുമാരുടെ കൂടെ നിന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ 2 റൂമിലായിട്ടായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്ന റൂം ഇതാണ്. മേളി മലയാളാനും താഴെ ഫസ്റ്റ് ഡേ വൈകിട്ട് നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ചായയോടെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒന്ന് ചുറ്റി കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നടത്തവും കാഴ്ചകളൊക്കെ രസമുള്ളതാണെങ്കിലും അവിടെ ഒരുപാട് അട്ടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് അതിനോട് അറപ്പായിരിക്കും, ചിലർക്ക് പേടിയായിരിക്കും, അങ്ങനെ കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അട്ട കയറിയപ്പോഴുള്ള പലരുടെയും ഭാവങ്ങൾ ഇപ്പോൾ കാണാം. വെച്ചോ ഇവിടെ അടിക്കുവാ, അതൊന്നും ചെയ്യില്ല. പോയാ ചെല്ലടി, അവൾക്ക് പേടിയാടി. അടി പോയി, അത് പോയി, അത് മാറ്റ്. നീ അതിന് മാറ്റിയിട്ട് നടന്നില്ല. പോന്നില്ല. ഞാൻ കൈ വെച്ചൊക്കെ കളഞ്ഞായിരുന്നു നേരത്തെ ഒരെണ്ണം, പിന്നെ 2 എണ്ണം. ഇവിടെ ബാക്കി ഇരുന്നുകൊണ്ട് വീണ്ടും കടിച്ചോ? അയ്യോടി, മറ്റേ സാനിറ്റൈസർ കൂടി എടുത്തായിരുന്നു. ഇത് സാനിറ്റൈസർ അടിക്ക്. അവിടെ ഒന്നുകൂടി ഓടോ, ഒന്നുകൂടി. ഇനി ഒന്നുകൂടി തിരിച്ചോ. അതാരോ കടിച്ചോ? പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടായിട്ട് വീട് ഇറാഡിക്കേഷൻ നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഒരുപാട് ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ഇപ്പോൾ കടന്നുകൂടുന്നുണ്ട്. അപ്പോൾ ഇൻവേസീവ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഇടയിൽ അതിന് ആവശ്യമുള്ളതല്ല, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് യോജിച്ച സംഭവങ്ങളല്ല. എന്നാലും അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങളും കൊണ്ട് നമ്മൾ കൊണ്ട് നടും. എന്നാൽ പിന്നീട് നമ്മുടെ നേച്ചറിലുള്ള നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള സംഭവങ്ങളെയൊക്കെ അതിങ്ങനെ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കടന്നുകയറ്റം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ നമ്മുടെ വൈൽഡ് ആനിമൽസിനെയൊക്കെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു പ്ലാന്റ് സ്പീഷീസിനെ എറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ബേർഡ് വാച്ചിങ്ങിന് പോയിട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് പോയത്. ഒരുപാടൊന്നും കണ്ടില്ല, എന്നാലും കണ്ടു കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ ഇതുപോലെ ഇനിയും ക്യാമ്പുകളിലൊക്കെ പോകാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റില്ലായിരിക്കും. എന്തായാലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ലല്ലോ.
സെറ്റ്. മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ, സൗണ്ട് എടുക്കട്ടെ. പോ പോ പോ. ഇതെന്തുവാ ഇത്? അതാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. പോയി. കല്യാണ സൗഗന്ധികം വെള്ളപ്പൂവ്. എനിക്കടിക്കുന്നില്ലല്ലോ. എടി അട്ടയുണ്ടോ നോക്കണേ. സാറിന്റെ കാലി കയറി നിസ്സാരമായിട്ട് എടുത്തു കളഞ്ഞു. അതിന്റെ ബൗണ്ടറി സ്മെല്ല് വന്നു കഴിഞ്ഞാൽ വേറൊരു കടുവ ഇതിനകത്തോട്ട് എൻട്രി ആവുന്നത്. ഈ കടുവയ്ക്ക് മാത്രമേ ഇവിടെ ടീം അതിനകത്ത് പാടുണ്ട് ചെന്ന് ഇത് ടൈഗർ സ്ക്രാച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ നഖത്തിനിടയിലുള്ള ഒരു ലിക്വിഡ് പോലത്തെ സംഭവമുണ്ട്. അതും ഇതിലുള്ള കറയും കൂടെ മിക്സായി ഒരു സ്മെല്ലുണ്ടാവും. അത് സ്മെല്ല് അടിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ടൈഗേഴ്സ് ഇതിനകത്തോട്ട് ഈ ബൗണ്ടറിക്ക് അകത്തോട്ട് കയറത്തില്ല. ആണ് സംഭവം. ആ ടെറിട്ടറി മാർക്ക് ഫോട്ടോ എടുക്കാനോ? വായിക്കുന്ന രണ്ടുപേരും ഇപ്പുറത്ത് പോവാ. അച്ഛൻ്റെ കാലയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കൂട്ടത്തിൽ വണ്ടികളോടൊക്കെ കുറച്ചധികം ക്രേസുള്ള ആളാണ് ഇപ്പോൾ അതിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. അവൾക്ക് അതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ബേർഡ് വാച്ചിങ്ങിന് പോയപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നതെന്ന് വെച്ചാൽ സ്കൂൾ ബസ്സിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടാക്കാനായിട്ടൊരു വാൻ വരും കേട്ടോ. കുട്ടികളെ ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ അതിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ കാണുന്ന കുറച്ച് ട്രൈബൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പിന്നെ അവിടെ അവരൊക്കെ പറഞ്ഞത് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഇതാണ് നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ബസ്. അപ്പോൾ കുട്ടികളൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അല്ലേ നമ്മൾ പോവുകയാണ് ഗൈസ്. പിന്നെ മൂന്ന് കാണിക്കല്ല, അവിടെ പുറത്തോട്ട് കാണിക്കും. തൊട്ടപ്പുറത്തുള്ള ആളിരുന്ന് വീഡിയോ കോൾ ചെയ്യാന്നറിയില്ലേ, ആ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഒരു തൂണിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഇരുന്നിട്ടാണ് ഈ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ്ട് ഞങ്ങളെവിടെ വരണ്ടേ? അതൊന്നും ഒരു പരിപാടിയില്ല. കുടുംബജീവിതത്തിൽ ഇതല്ല സർവ്വസാധാരണ. നമുക്ക് കുമ്പളങ്ങൾ ഇനിയും സൃഷ്ടിക്കാം. അതൊന്നും വിഷയമല്ല. സെക്കൻഡ് ഡേ വൈകിട്ടും ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. മൂന്നാമത്തെയാണ് കൈ ആകെ 6 ഉണ്ടായിരുന്നു 3 മൂന്നാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രക്കിങ്ങിന് പോയി. പക്ഷേ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറിയത്. പക്ഷെ നമ്മൾ കുറച്ച് ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ആന ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഗൈഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാറ് ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി അത് പോകുമെന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിങ്ങനെ ഇറങ്ങി വരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റി കൂടി നോക്കണമല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് കയറാനായിട്ട് പറ്റില്ല, താഴേക്ക് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ നിന്നിട്ടും നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ കാണാനായിട്ട് എന്തൊരു രസമായിരിക്കും അല്ലേ. എന്തായാലും ആ ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ പ്ലേ ആയി പോ. ഈ നടത്ത ഒരു രസമില്ല കേട്ടോ കാണാൻ. ഇനി നടക്കണ്ട മതി. ആ ഞാൻ വരുവാണേ, നിക്കൂ ചാടല്ലേ. ആ പോ. പൊക്കോ പൊക്കോ. ആ കാണിച്ചോ കാണിച്ചോ കാണി. ഒന്ന് കറങ്ങിപ്പോ. മൂന്നെണ്ണം ഉണ്ട്. സാറ് കണ്ടോ ആനെ? കണ്ട് സാർ എന്നിട്ട് ഷൂ പറഞ്ഞു മാത്രം ഈ പാറപ്പുറത്ത് വെള്ളം ഒഴുകുന്നതെന്ന് തോന്നുന്നു. ഈസി ടൈഫും അച്ഛാ നോക്കിയേ. ചിരിച്ചോ? വേണ്ട ചിരിക്കി വേണ്ട. ഓ എന്നെ വിളിച്ചായിരുന്നു. അതേപോലെ ഇവിടെ ഉണ്ട് ഈ ഒരു നോക്കട്ടെ. ഞാനില്ല ഇതിനകത്ത്. അവളെവിടെ ചിഞ്ചു എന്തിയെ? അവൾക്ക് മൂക്കടഞ്ഞിരിക്കും, അതുകൊണ്ട് സംസാരിക്കാൻ വയ്യ. അതാ എവിടെ പഠിച്ചേ? സ്കൂളിൽ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് നമുക്കൊരു വൈൻഡിങ് സെഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം നമ്മളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറന്നു പോയതാണ്. അതിലെല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൈൻഡപ്പ് സെഷനിൽ 3 ഗ്രൂപ്പിനും പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞ് ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മിക്സ് ചെയ്യുന്നു പറ. മിസ് എന്നല്ലേ എന്നാ മിസ് ചെയ്യുന്ന ആള് പറ.
നമ്മൾ വന്ന റൂട്ടിലല്ല തിരിച്ച് പോയിട്ടുണ്ടായിരുന്നേ. വന്നപ്പോൾ ഞങ്ങൾ ഗവി വഴിയാണ് കേട്ടോ വന്നത്. പോകുന്ന വഴി ടീ ഫാക്ടറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മിക്കവരും ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ടോ. 2 ടീ പൗഡറും ഒരു കോഫി പൗഡറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്കല്ല വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 2:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ. ട്രെയിൻ ബസ് കയറിയിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇറങ്ങി. അവിടെ നിന്ന് സുൽത്താൻ ബത്തേരി ബസ് കയറിയിട്ട് തൃശ്ശൂർ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ നിലമ്പൂരേക്കുള്ള ബസ്സും കയറി അവിടെ ചെന്ന് ഇറങ്ങാൻ കേട്ടോ ചെയ്തത്. കുറച്ച് വലഞ്ഞു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് കൊണ്ടുവന്നിട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 3 ദിവസത്തെ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.